പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. മസലു നൂരിഹി, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉദാഹരണം കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, ഒരു വിളക്ക് വെച്ച വിളക്കുമാടം പോലെയാണ്. വിളക്കുമാടം എന്ന് പറഞ്ഞത് ചെറിയ ഒരു കുഴിയാണ്. നമ്മുടെ കുഴി എന്നല്ല പറയാം, ഒരു പൊത്ത് അല്ലേ, വിളക്കുമാടം. ഫീഹാ മിസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് കത്തുന്നത് ഒരു ചിൽക്കൂട്ടിലാണ്, ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു കൂട്ടിലാണ്. അസ്സുജാജ, ആ ക്രിസ്റ്റലാണെങ്കിലോ കഅന്നഹ കൗകബുൻ ദുർരിയുൻ, കത്തിപ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെയുണ്ട്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറക, ആ വിളക്ക് കത്തുന്ന എണ്ണ ഒരു ബറക്കത്തുള്ള വൃക്ഷത്തിൽ നിന്നാണ്. സൈതൂനത്തിൻ, ഒലീവ്. ലാ ഷർഖിയത്തിൻ വലാ ഗർബിയ, അത് കിഴക്ക് ഭാഗത്തുള്ളതോ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ ആയ മരമല്ല, പിന്നെയോ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും പ്രകാശം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കുന്നിൻ മുകളിൽ കിടക്കുന്ന സൈത്തൂൻ. രാവിലത്തെ പ്രകാശവും അതിൽ ലഭിക്കും, വൈകുന്നേരത്തെ പ്രകാശവും ലഭിക്കും. നേരെ മറിച്ച് ഒരു ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് വരുന്ന വെളിച്ചം കിട്ടൂല. പടിഞ്ഞാറുള്ള ഒരു മരമാണെങ്കിൽ ഈസ്റ്റേൺ സൈഡിൽ നിന്നുള്ള വെളിച്ചം കിട്ടൂല, കുന്നിൻ്റെ മറവിലെങ്ങാനുമാണെങ്കിൽ. ഇതങ്ങനെയല്ല. ലാ ഷർഖിയത്തിൻ വലാ ഗർബിയ, ഇറ്റ്സ് നീദർ ഈസ്റ്റേൺ ഓർ വെസ്റ്റേൺ. യകാദു സൈതുഹാ യുളീ, ആ എണ്ണ തന്നെ പ്രകാശിക്കാറായിട്ടുണ്ട്. എണ്ണക്ക് തന്നെ പ്രകാശമുണ്ട്, ഒലീവിൻ്റെ എണ്ണക്ക് പ്രകാശമുണ്ട് എന്ന വലിയൊരു സയൻസ് അവിടെ പഠനവിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന്ന് കണ്ടെത്തപ്പെട്ട വലിയൊരു അത്ഭുതമാണ്. ഭൂമി ലോകത്ത് എവിടെയൊക്കെ ഒലീവ് വൃക്ഷങ്ങളുണ്ടോ, സ്പേസിൽ നിന്ന് ഒലീവ് വൃക്ഷങ്ങളുടെ സാന്നിധ്യങ്ങളൊക്കെ പ്രകാശപൂരിതമായി കാണുന്ന ഒരു ഇമേജ് ഇപ്പോൾ സയൻസിൻ്റെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. വലൗലം തംസസ്ഹു നാർ, തീ കൊളുത്തിയില്ലെങ്കിൽ പോലും പ്രകാശിക്കുന്ന എണ്ണയാണ്. ആ എണ്ണയിൽ തീ കൊളുത്തിയാൽ പിന്നെ അതിൻ്റെ പ്രകാശം എത്രയായിരിക്കും? അതും ഏറ്റവും പ്യൂറായ എണ്ണയാണ്, ഒലീവാണ്, ബറക്കത്തുള്ളതാണ്. അത് കിടക്കുന്നത് ഒരു ചിൽക്കൂട്ടിലാണ്. ആ ചിൽക്കൂട് തന്നെ ഒരു കത്തിത്തിളങ്ങുന്ന നക്ഷത്രമാണ്. അതിനുള്ളിലാണ് വിളക്കുള്ളത്. ഈ പറഞ്ഞ ഉദാഹരണക്ക് എന്താണെന്നറിയോ? മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഉദാഹരണമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബാണ് ആ വിളക്കുമാടം. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. മനുഷ്യൻ്റെ പ്രകൃതിയാൽ ഫിത്രത്തിൽ അള്ളാഹു ഒരു പ്രകാശം നൽകിയിട്ടുണ്ട്. ഫിത്രത്തിനെ സംബന്ധിച്ച് പറയാറില്ലേ നമ്മൾ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും വളരെ വളരെ ശുദ്ധമായ പ്രകൃതത്തിലാണ് അള്ളാഹു അവരെ പടക്കുന്നത്. ഒരാൾ നാസ്തികനാവൂല, ഒരാൾ നിരീശ്വരവാദിയാവൂല. അവരൊറ്റക്കങ്ങ് വിട്ടാൽ അവർ വിശ്വാസിയായി വരും. ആ ഒരു ഫിത്ര നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആ ഫിത്രത്തിൻ്റെ വെളിച്ചവും അള്ളാഹു നൽകുന്ന വെളിച്ചവും രണ്ടും കൂടെ കൂടുമ്പോൾ പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹ് ഗൈഡ്സ് ദോസ് ഹു വാണ്ട്സ് ടു ഹിസ് ലൈറ്റ്സ് ടുവേർഡ്സ് ഹിസ് ലൈറ്റ്സ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ പ്രകാശത്തിലേക്ക് അള്ളാഹു വഴി നടത്തുകയാണ്. وَيَضْرِبُ اللَّهُ الْأَمْثَالَ لِلنَّاسِ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ. ആ പ്രകാശം ഹൃദയത്തിലേക്ക് ലഭിക്കുന്നതോടുകൂടെ ആ പ്രകാശം അവരുടെ വാക്കുകളിൽ കാണും, പ്രവർത്തികളിൽ കാണും, അവരുടെ മുഖത്ത് കാണും, കൈകാലുകളിൽ കാണും, ചിന്തകളിൽ കാണും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, പ്രകാശം നൽകേണ്ടവരാണ്. ഇരുളുകളിൽ പ്രകാശമായി ദീപങ്ങളായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാനും വിശ്വാസവും ഹൃദയത്തിലേക്ക് കടന്നാൽ പിന്നെ ഇരുട്ടിനിടയിൽ വെളിച്ചം നൽകാൻ അവരെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് മഹാനായ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇന്ത്യയിൽ ഒരു കാലത്ത് ദഅവത്തിന് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ, ആ ദഅവത്ത് നടന്നത് മഹാനുഭാവൻ്റെ മുഖപ്രകാശം, അവരുടെ കറാമത്തുകൾ, അവരുടെ അത്ഭുതങ്ങൾ, ആ മഹാനുഭാവൻ്റെ സാന്നിധ്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ കാരണമായി. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ മഹാനായ അജ്മീർ ഷേഖ് തങ്ങളോട് ഈമാനികമായി കടപ്പെട്ടവരാണെന്നാണ്. വലിയ വലിയ ആയിരക്കണക്കിന് ആളുകളുടെ വലിയൊരു സമൂഹത്തിന്
ഈമാനിൻ്റെ വെളിച്ചം കിട്ടിയത് മഹത്തുക്കളിലൂടെയാണ്, വ്യക്തികളിലൂടെയാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖം കാണാൻ ഞങ്ങൾ കൊതിക്കുമായിരുന്നുവെന്ന് താബിഈങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മുഖം കണ്ടാൽ ആഴ്ചകളോളം ഞങ്ങൾക്ക് ഊർജ്ജം കിട്ടുമായിരുന്നു. എപ്പോഴെങ്കിലും ഹൃദയത്തിനൊരു തളർച്ച വന്നാൽ ഞങ്ങൾ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖമൊന്ന് കാണാൻ പോകും. ആ മുഖം ദൂരെന്ന് കാണുകയുള്ളൂ, അടുത്തേക്കൊന്നും പോവില്ല, കൈപിടിക്കാനൊന്നും കിട്ടൂല. പക്ഷെ ദൂരെന്ന് കണ്ടാൽ തന്നെ ഒരാഴ്ചയല്ല മാസങ്ങളോളം ഞങ്ങൾക്ക് ഇബാദത്തിന് ഉന്മേഷം ആ ഒരു മുഖം കണ്ടാൽ കിട്ടും. അങ്ങനത്തെ മഹാന്മാർ, അവരുടെ മുഖം ഈമാനിൻ്റെ വെളിച്ചം തുളുമ്പുന്ന മുഖങ്ങളാണ്. വലിയ വലിയ മഹത്തുക്കളായ ആളുകളെ നമ്മൾ ചെന്ന് കാണണം എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം അതാണ്. ആ മുഖത്തെ വെളിച്ചം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അവരുടെ സാന്നിധ്യം വെളിച്ചമാണ്, അവരിയ്ക്കുന്ന സദസ്സ് വെളിച്ചമുള്ള സദസ്സാണ്. മശായിഖന്മാരായ വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വെളിച്ചം അള്ളാഹു ഖൽബിന് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ നൂറിനെ വിശദീകരിച്ചുകൊണ്ട് ഈ വിളക്കുമാടം എവിടെയാണ് വെച്ചതെന്നറിയോ? അത് ഏതെങ്കിലും ഒരു വീട്ടിലല്ല. ആ വിളക്കുമാടം വെച്ചിരിക്കുന്നത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വല്ലാസ്വാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ഒരു വെളിച്ചം പോലെയാണ്, പ്രകാശം പോലെ, വിളക്ക് പോലെ. ആ വിളക്ക് എവിടെയാണ് വെച്ചതെന്നറിയോ? ഫീ ബുയൂത്തിൻ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണ് ആ വിളക്കുമാടം കിടക്കുന്നത്, പള്ളികളിലാണ്. അങ്ങനത്തെ വിളക്കുമാടം എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച വിളക്കുമാടമല്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സജ്ജീകരിക്കപ്പെട്ട, ഒരുക്കപ്പെട്ട, ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട മസ്ജിദുകളിൽ ഫീ ബുയൂത്തിൻ അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ നാമം ഉയർത്തപ്പെടാനും പറയപ്പെടാനും അള്ളാഹു നിർദ്ദേശിച്ച അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണ് ഈ വിളക്കുമാടങ്ങൾ നിൽക്കുന്നത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വല്ലാസ്വാൽ, രാവിലെയും വൈകുന്നേരവും പകലിലും രാത്രിയിലും അള്ളാഹുവിന് വേണ്ടി അവിടെ തസ്ബീഹ് ചൊല്ലുന്ന ആളുകളുണ്ട്. റിജാൽ, അവിടെ അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ചില പുരുഷന്മാർ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, എത്ര തന്നെ ബിസിനസ്സിൻ്റെ തിരക്കുണ്ടെങ്കിലും കച്ചവടത്തിൻ്റെ തിരക്കാണെങ്കിലും അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് അതൊന്നും തടസ്സമല്ല. സമയമായാൽ അവർ നിസ്കരിക്കാനെത്തും. വഇഖാമിസ് സ്വലാ, അള്ളാഹുവിനെ ഓർക്കാൻ മാത്രമല്ല നിസ്കരിക്കാനും, വഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കാനും അവരുടെ ബിസിനസ്സുകളൊന്നും അവരെ തടസ്സപ്പെടുത്താറില്ല. അങ്ങനത്തെ സജ്ജനങ്ങൾ ഇരിക്കുന്ന ഒരു മസ്ജിദിൽ കിടക്കുന്ന അതിപ്രകാശമുള്ള ഒരു വിളക്കുമാടം പോലെയാണ് മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം. അല്ലാഹു നൽകുന്ന ഉദാഹരണമാണത്. എങ്ങനത്തെ ആളുകൾ? يخافون يوما تتقلب فيه القلوب والأبصار, മനുഷ്യൻ്റെ കണ്ണുകളും മനുഷ്യൻ്റെ ഹൃദയങ്ങളും മാറി മറിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ഖിയാമത്തിനെക്കുറിച്ച് പേടിക്കുന്ന ആളുകളാണവർ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലൂ, അവർക്കല്ലാഹു അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നു. വയസീദഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം അവർക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.